ഇന്ന് പകൽക്കാലത്ത് ശ്രദ്ധിക്കായിരിക്കും സങ്കീർത്തനം 34, സാംസ് 34, അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. Poor man called, and the Lord heard him. He saved him out of all his troubles. ദൈവത്തിന് സ്തോത്രം. The poor man cried out, and Lord heard him. യഹോവ അത് കേട്ടു. എന്നിട്ട് സംഭവിച്ചു, Lord saved him from all the troubles. When I was meditating the word of God, ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം കൊണ്ടു തന്ന്. one sentence I can say. എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണുനീരിൻ്റെ ശക്തി എന്താണ്? The power of tears. Praise God. നമ്മളിലുള്ള ഏക ശക്തി എന്ന് പറഞ്ഞാൽ ഈ കണ്ണുനീരാണ്. ദൈവത്തിന് സ്തോത്രം. That is a powerful weapon or a tool God has given to us. എന്താണ്? To cry to our Lord. The powerful tears. കണ്ണുനീരിൻ്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. Praise the Lord. See, the poor man cried. എന്ത് ചെയ്തു? Poor man cried. ഈ എളിയവൻ എന്ത് ചെയ്തു? നിലവിളിച്ചു. This is the only thing this poor man has done. ഇത് മാത്രമാണ് നമ്മൾ ചെയ്തത്. The tears is holding spiritual power. ആ കണ്ണുനീരിൽ ഒരു ആത്മശക്തിയുണ്ട്. So when he cried out, അവൻ കരഞ്ഞപ്പോൾ ഇവിടെ പറയുന്നു, Lord heard him. യഹോവ കേട്ടു. Praise God. And he was not able to say that I will do deliverance later. No. Lord is telling, when you cry, I will deliver you from all your problems. I shall deliver you immediately. സ്തോത്രം. നമ്മൾ മലയാളത്തിൽ പറയും, കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ അതിനെ മറികടന്നു പോകാൻ ദൈവത്തിന് കഴിയും. He cannot overcome the power of tears. He cannot ignore the power of tears. Hallelujah. അപ്പോൾ എന്താണ് എൻ്റെ ശക്തി? What is my strength? That I can cry. എനിക്ക് കരയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. So today morning God want to tell you a message. Just remember what all things you have cried. Just remember today for what all things you are crying. Lord has heard it. He will deliver from all the troubles. Hallelujah. യഹോവ അത് കേട്ട് എല്ലാ കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. See, first we have to analyze why we are crying. എന്തിനാണ് നമ്മൾ കരയുന്നത്? Immediately we will not cry. സ്തോത്രം. A grown-up man or a grown-up person will not cry immediately. ഉടനെ കരയുകയില്ല. എപ്പോഴാണ് കരയുന്നത്? When I will cry, ഒന്നാമത്, there is no hint. ഞാൻ നേരിടുന്ന പ്രശ്നത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ കരയുക. There is no hint what I have to do. അപ്പോൾ കരയാൻ തുടങ്ങും. That's the moment we start crying. When we will cry, when there is no help, ഒരു സഹായമില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമ്മൾ കരയുവാൻ തുടങ്ങും. And when we will cry, when there is no hope, we will cry. ഒരു പ്രതീക്ഷയുമില്ലാത്തപ്പോൾ നമ്മൾ കരയുവാൻ തുടങ്ങും. Praise the Lord. When there is no hint, when there is no help, when there is no hope, we will start crying. ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു സഹായിക്കുവാൻ ആരുമില്ലെന്നും സഹായിപ്പാൻ ആർക്കും കഴിയില്ലെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ,
Hallelujah. If you can identify this situation in your life, എനിക്ക് ഒരു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നും എനിക്ക് സഹായമില്ലെന്നും എനിക്ക് പ്രതീക്ഷയില്ല പ്രത്യാശയില്ലെന്നും എനിക്കത് മനസ്സിലാകുന്നെങ്കിൽ നിന്റെ ദൈവത്തിന് എത്രയധികമായി അത് മനസ്സിലാകുന്നു. If you know about your own situation, remember how more God can know about your situation. ദൈവത്തിന് സ്തോത്രം. Hallelujah. So we have a powerful weapon. ഇന്ന് പകൽ ഓർത്തോ, എൻ്റെ കയ്യിൽ ഒരു ശക്തമായ ആയുധമുണ്ട്. ആയുധത്തിൻ്റെ പേരാണ് കണ്ണുനീര്. The weapon I am holding, the powerful weapon, the name of that weapon is my tears. ദൈവത്തിന് സ്തോത്രം. Hallelujah. You don't have any hint. God is having the total solution. If you don't have, think you don't have any help, the helper is with you. Hallelujah. Amen. Amen. You think that there is no hope, still Christ is hearing your voice, your cry. He will deliver you from all the problems. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സോ നമുക്ക് കരയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അതൊരു കോൺഫിഡൻസ് ആയി മാറണം. ഇഫ് യു ക്രൈ, ദാറ്റ് ഷാൽ ബ്രിങ് എ കോൺഫിഡൻസ് ഇൻ യു. എന്താണ് കോൺഫിഡൻസ്? ഞാൻ കരഞ്ഞിരിക്കുന്നു, എനിക്ക് വിടുതൽ കിട്ടിയിരിക്കുന്നു. സ്തോത്രം. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്രൈ. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്രൈ, ബട്ട് യു ക്രൈഡ്. Lord is telling you that it is a confidence that the deliverance has happened. അതാണ് നിന്റെ ഉറപ്പ്. കരഞ്ഞതിന്റെ ഉറപ്പാണ് വിടുതൽ സംഭവിക്കുമെന്ന്. Why that's a confidence? Go to book of Revelation chapter 21 3 and 4. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 3-4 വാക്യങ്ങൾ. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. Praise the Lord. And I heard a loud voice from the throne saying, Behold, the dwelling place of God is with man. He will dwell with them, and they will be his people. And God himself will be with them as their God. He will wipe away every tear from their eyes. When you have the tears in your eyes, why you have a confidence? Because God is staying with you. Why he came down? എന്തിനാണ് ഇറങ്ങി വന്നത്? എൻ്റെ ജനമെന്നും ഞാൻ അവരുടെ ദൈവം എന്ന് പറയാൻ കാരണം നിന്റെ കണ്ണുനീരാ. ദൈവത്തിന് സ്തോത്രം. The moment you cry, the tears in your eyes, God is with you. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. If you have a small child in home, നോർമലായിട്ട് പോവാണെങ്കിൽ parents will think she is there, he is there. Maybe the child will go to the next room. Suddenly she will cry, he will cry. What will happen? Father or mother will run into that room. എന്തു പറ്റി? മനസ്സകർ ദൈവത്തെ സ്തുതിക്കുക. ചുമ്മാ നടക്കുമ്പോൾ അപ്പനമ്മയെ നോക്കത്തില്ല, പക്ഷേ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ അവരെല്ലാം വിട്ട് ഓടിയെത്തും. ദൈവത്തിന് സ്തോത്രം. What happened to my child? Now, that is the confidence of a child. If I cry, my parents will be with me. ഞാൻ കരഞ്ഞാൽ ഓടി വരുന്നൊരു അപ്പൻ, ഓടി വരുന്നൊരു അമ്മ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഓർത്തോ, കരഞ്ഞ നിന്റെ കൂടെ ദൈവമുണ്ട്. That is why the tears are powerful. When the tears are there, God is with you. ദൈവത്തിന് സ്തോത്രം. Hallelujah. Tears are my confidence. കണ്ണുനീരന്റെ ശക്തിയായി മാറുകയാണ്. Tears are my weapon. കണ്ണുനീരന്റെ ആയുധമായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. Hallelujah. വിലാപങ്ങളുടെ പുസ്തകം Lamentations chapter 2:18 ഒന്ന് വായിച്ചേ. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. Hallelujah. Their heart cried out to the Lord. The heart cried out to the Lord.
O wall of the daughter of Zion, let tears stream down like a torrent day and night. Give yourself no rest, your eyes no respite. Praise the Lord. രാവും പകലും കണ്ണീരൊഴുക്കുക എന്ന് പറഞ്ഞാൽ നീ കണ്ണീരൊഴുക്കുമ്പോൾ അതിന്റെ അർത്ഥം നീ ആ കരയുന്ന സമയം നീ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. The moment you cry, it proclaims your total dependence to God. Praise God. Hallelujah. Why tears are powerful? Because God is with you. The presence of God is with you. Hallelujah. Why tear is powerful? Because your trust is with God. സ്തോത്രം. എല്ലാം ശ്രമിച്ചു നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ലെന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ഒടുവിൽ ദൈവസന്നിധിയിൽ കരയുന്നത്. We will try our level best to solve all the problems. The moment you realize there is no other way other than God, your total dependence, cry means your total dependence. Hallelujah. അവിടെ കൊണ്ട് തീരുന്നില്ല. Psalms 126:5 പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. Those who sow in tears shall reap with shouts of joy. They shall reap with the shouts of joy. സ്തോത്രം. പവർഫുൾ വെപ്പൺ എന്താണ്? എന്റെ കണ്ണുനീരൊരു ശക്തമായ ആയുധമായി മാറുന്നതിന്റെ കാരണം ആമേ കണ്ണുനീരുള്ളപ്പോൾ ദൈവമുണ്ട്, കണ്ണുനീരുള്ളപ്പോൾ ദൈവത്തിൽ ആശ്രയമുണ്ട്. കണ്ണുനീരുണ്ടെങ്കിൽ ആമേ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആദ്യത്തെ നിമിഷമാണ് ഞാൻ കരയുന്ന നിമിഷം. ഹല്ലേലൂയ. Praise the Lord. The moment I cry is the moment I declare that God is with me. My trust is in God, and I am sure that I will come to the glory, happiness that provided by God. ദൈവം തന്ന മഹത്വമേറിയ സന്തോഷത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് എന്നെ നയിക്കുന്ന അനുഭവമാണ് എൻ്റെ കണ്ണുനീര്. കണ്ണുനീര് ഒരു തുള്ളി വെള്ളമല്ല, കണ്ണുനീര് ശത്രുവിനെതിരെയുള്ള ഒരു ആയുധമാണ്. ദൈവത്തിന് സ്തോത്രം. It's not a drop of water, it's a powerful weapon of a child of God. Stotram. Praise God. Hallelujah. So when you cry, cry with happiness. When you cry, cry with confidence. When you cry, cry with the presence of God. ആമേൻ. ഞാൻ കരയുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ലെന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് നീ കരയുന്നത്. ആ സമയത്തിനാണ് ദൈവം കാത്തിരിക്കുന്നത്. ചിരിക്കുമ്പോൾ നിന്റെ കൂടെ ഒത്തിരി പേര് കാണും. When you're laughing, there are many people. The moment you cry, every time you testify that in the midst of my tears, nobody with me. Thank you, Lord. Why? Nobody with me. My God is with me. My trust is with me. My happiness is with me. ഈ സന്തോഷം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് കരഞ്ഞ നാടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord. Hallelujah. നീ കണ്ണുനീരോടെ വിതച്ചില്ലേ, വെയിറ്റ്, നീ ആർപ്പോടെ കൊയ്യാൻ പോവുക. എന്നും കണ്ണുനീരല്ല നിനക്ക്. Don't ever think every day you have tears. The moment you cried, deliverance has happened. You are going to reap with shouts of joy. Amen. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ചുമ്മാ കൊയ്യുമല്ല, ആർപ്പോടെ കൊയ്യാൻ പോവുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. Praise the Lord. Hallelujah. എങ്കിലും we will ask a question, Lord, why you are allowing me to cry? എന്തിനാ കരയാൻ നീ എന്നെ അനുവദിക്കുന്നത്? അല്ലെ കരയുന്ന അനുഭവത്തോടെ എന്തിനാ എന്നെ കടത്തി വിടുന്നത്? Hallelujah. Do you have any happiness in that? ഞാൻ കരയുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. For every cry there is a purpose. ഓരോ കണ്ണുനീരിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. Hallelujah. Hallelujah. എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം? What God will do
in our life when I cry, or the situation in my life will make me to cry. എൻ്റെ ജീവിത സാഹചര്യം എന്നെ കരയുവാനുള്ള ആ അനുഭവത്തിലേക്ക് നടത്തുമ്പോൾ അതിലൂടെ ദൈവം എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകും, എന്തൊക്കെ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സാംസ് 41 എന്ന് വായിക്കാം. സങ്കീർത്തനം 40:1. കാത്തിരുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. I waited patiently for the Lord. I waited patiently for my God. He inclined to me and heard my cry. He inclined to me and heard my cry. ഇവിടെ കാര്യം ശ്രദ്ധിക്കണം. ഈ വാക്കിന് ഭയങ്കര പവറാണ്. എന്തറിയോ? വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി ഫോർ ഗോഡ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഡെലിവറൻസ് ഇസ് നോട്ട് ഹാപ്പനിങ് on my time, so I started crying. ഞാൻ ആഗ്രഹിച്ച സമയത്ത് വിടുതൽ നടക്കാത്തത് കൊണ്ട് ഞാൻ കരയുവാൻ തുടങ്ങി. പക്ഷേ അവൻ ചെവി ചായിച്ചെൻ്റെ കരച്ചിൽ കേട്ടു. Praise the Lord. Hallelujah. The problem what we are facing, we face the problem, we will cry, but if we don't receive the deliverance from God at my time, I will not wait for God. നമ്മൾ അസ്വസ്ഥരാകും, പേഷ്യൻസ് മാറും, നമ്മൾ കോപാകുന്നവരാകും, പിറുപിറുക്കുന്നവരാകും, പിന്മാറുന്നവരായി മാറും. We will be not a normal child of God. We will become a normal worldly man. സ്തോത്രം. പക്ഷെ ഇവിടെ പറയുന്നു, ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു, ഞാൻ കരയുവാൻ തുടങ്ങി. Even my time is over. I was thinking my deliverance will be today. Still the deliverance was not happening. I started waiting patiently, but I realized I am not receiving any deliverance. A moment came to my life, I started crying. ഞാൻ കരയുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. ദൈവം ആ കണ്ണുനീരിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. അറിയാമോ? അതിൻ്റെ 42 ഒന്ന് വായിച്ചേ. കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. He gave me a stable and strong life. സ്തോത്രം. Why God is making you to cry? എന്തിനാ ദൈവം നിന്നെ കരയാൻ അനുവദിക്കുന്നറിയാമോ? ഉറപ്പുള്ള ഒരു മനുഷ്യനായി നിന്നെ മാറ്റുവാനായി, ഉറപ്പുള്ള ക്രിസ്തു മനുഷ്യനായി മാറ്റുവാനായി. To making you strong in Christ. Hallelujah. നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറും. What will be situation? One step I will take, again it will go drag down. Another step I will take. I was not leading a stable life. My spiritual life was not stable. I want to come out. പക്ഷെ എനിക്ക് വരാൻ കഴിയുന്നില്ല. But when the moment I cried, He took me out from the pathetic situation and kept my feet on a strong rock. That rock is called Christ. ഉറപ്പുള്ളൊരു പാറമേൽ നിർത്തി. A stable spiritual life. ദൈവത്തിന് സ്തോത്രം. Hallelujah. Why He is making you to cry? To provide you a stable spiritual life. ഉറപ്പുള്ളൊരു ക്രിസ്തീയ ജീവിതം നിനക്ക് തരുവാനായി കണ്ണുനീരിലൂടെ അവൻ നിന്നെ കടത്തിവിട്ടു. ദൈവത്തിന് സ്തോത്രം. രൂത്തിനോട് ചോദിച്ചു നോക്കിക്കേ. If you ask Ruth, Ruth പറയും, my father-in-law died, my husband died, my brother-in-law died. സ്തോത്രം. Hallelujah. Death is ruling my family. മരണം എൻ്റെ കുടുംബത്തിൽ വാഴുക. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ മറ്റൊന്ന്. മരണം മാറുന്നില്ല. നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്. First death, it was a disaster. We tried to overcome the second death. Again disaster. Again we tried to overcome. Again death. Again disaster.
Praise God. No stable life for Ruth. രൂത്തിന് ആമേൻ ഉറപ്പുള്ളൊരു ജീവിതം ലഭിക്കുന്നേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8 വായിച്ചേ. മക്കൾ ഇരുവരോടും ആ നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ. അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവർ ഉച്ചത്തിൽ, ആര് കരഞ്ഞു? ഓർപ്പയും രൂത്തും ഉച്ചത്തിൽ കരഞ്ഞു. വായിച്ചു. അവർ അവളോട് മതി. But Naomi said to her 2 daughters-in-law, Go, return each of you to her mother's house. May the Lord deal kindly with you as you have dealt with the dead and with me. Hallelujah. The Lord grant that you may find rest, each of you in the house of her husband. Then she kissed them, and they lifted up their voices and wept. And they wept. 2 ഡോട്ടർ-in-law എന്ത് ചെയ്തു? ഒരുമിച്ച് കരഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി എന്റെ 14 ഒന്ന് വായിച്ചേ. 1:14. പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു കരഞ്ഞു, ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. ഹല്ലേലൂയ. Then they lifted up their voices and wept again. And they wept again. വീണ്ടും പൊട്ടിക്കരഞ്ഞു രണ്ടുപേരും. ആദ്യം രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ആരൊക്കെ? ഓർപ്പ ആൻഡ് റൂത്ത്. They both wept. But later again, they both wept. But in between, Ruth received grace from God. Hallelujah. സ്തോത്രം. എന്തു പറ്റി? ആദ്യവും കരഞ്ഞു, പിന്നെയും കരഞ്ഞു. പക്ഷേ കണ്ണുനീരിനിടയിൽ രൂത്തിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 15 വായിച്ചു. അപ്പോൾ അവൾ, എന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെ അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. 16 വായിച്ചു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം. But Ruth said, Do not urge me to leave you or to return from following you. For where you go, I will go, and where you lodge, I will lodge. Your people shall be my people. Your people shall be my people. And your God, your God, will be my God. Praise the Lord. Stable അല്ലാത്ത രൂത്തിന്റെ ലൈഫിൽ ആമേൻ ദൈവം കൃപ പകർന്നു. When she received the grace, she told, Your God is my God. Your God is my God. Stotram. Before the people were saying, because of these 2 ladies, they enter the house of Elimelech. That family is totally cursed. ഈ 2 പേർ വന്നതുകൊണ്ട് കുടുംബത്തിൽ കഷ്ടതയുണ്ടായി, മരണമുണ്ടായി. നിങ്ങൾ ആരായിരുന്നു? ശാപത്തിന്റെ അടയാളങ്ങളായിരുന്നു. യു ആർ എ സൈൻ ഓഫ് കേഴ്സ്. രൂത്ത്, നീ ആരായിരുന്നു? You are a sign of curse. But in between you receive the grace of God. You decided that God is my God. സ്തോത്രം. ഏത് നാട്ടുകാരെ നീ ശാപത്തിന്റെ അടയാളമെന്ന് പറഞ്ഞു? ആമേൻ. സ്തോത്രം. അവരെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞു നിനക്ക് കേൾക്കണോ? How the people reacted to Ruth before. Now when she received the grace, now you have to hear the testimony of the people. That is in Ruth 4:11. Can you read? Ruth 4:11. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്. Hallelujah. Then all the people who were at the gate and the elders, all the people, they were saying before, she was a curse to the family. She brings death to the family. Hallelujah. Because of she, everything happened. Now, the moment she received the grace from God, the moment she proclaimed, this is my God, now the same people is proclaiming. അവരെന്താ പറയുന്നത് വായിച്ചേ?
ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയായെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. Together build the house of Israel. Now they are calling Ruth as a sign of blessing. She will build the house of Israel. അവർ ഇസ്രായേലിന്റെ ഗൃഹം പണിയും. Praise the Lord. Hallelujah. Hallelujah. നീ നശിച്ചവനാണെന്നും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നും നീ വന്നത് ഈ കുടുംബത്തിൽ നീ ഉള്ളത് കൊണ്ട് ആമേ നാശമെന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്നെ അനുഗ്രഹപാത്രമാക്കി മാറ്റുവാൻ വേണ്ടി അത്രേ കണ്ണുനീരിലൂടെ ദൈവം നിന്നെ കടത്തിവിട്ടത്. Praise the Lord. Why God enabled you to go through the tears? He want to change your testimony according to the will of God. Hallelujah. 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 ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കരയുമ്പോൾ ഓർക്കണം, ആമേൻ, ദൈവമഹത്വം വെളിപ്പെടാൻ പോകുകയാ. The moment you cry, God's glory will be revealed. കരഞ്ഞ നീ മറന്നുപോകും, കണ്ണുനീര് കണ്ട ദൈവം മറക്കുകയില്ല. You may forget the moment you cry, but God will never forget that. Your loving God will never forget that. Amen. In English, I say 11. Dear witnesses, may the Lord make the woman who is Let the Lord make the woman who is coming. They are not saying about Boaz. ബോവസിനെ കുറിച്ചല്ല പറയുന്നത്. Let the Lord make this woman who is coming into your house. Who is coming in your house? നേരത്തെ ആരായിരുന്നു? Ruth. She is coming to your house. She is a sign of curse. She is a sign of failure. She is a sign of destruction. ഇപ്പൊ പറയാ, the woman who is coming to your house, like Rachel and Leah, who together built up the house of Israel. Who together build the house of Israel. Ruth, you are a sign of blessing. You are no more a sign of curse. You are no more a sign of destruction. You are a sign of construction. Hallelujah. ദൈവത്തിന് സ്തോത്രം. നിന്നെ കണ്ണുനീരോടെ കടത്തിവിട്ടു. Now you hold a stable spiritual life. Amen. Amen. പിന്നെ ഈ ബൈബിൾ മുഴുവൻ വായിച്ചാലും, if you continue to read the Bible entire, you cannot see a word against Ruth and her failure written in the word of God. ആമേൻ. അവളിൽ തുടങ്ങിയ വിജയം ഇന്ന് പകൽ വരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. The moment you cry. പക്ഷെ എന്ത് ചെയ്തു? I waited patiently. I realized days going, months are going, years are losing, but I am not getting deliverance. I know that, but a situation came into my life. I am crying. ഞാൻ കരയുന്ന അനുഭവം വന്നു. പക്ഷേ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നീ നശിക്കുമെന്ന് പറഞ്ഞവർ നടുവിൽ എന്നെ മാനിക്കുന്ന ഒരു ദിവസം എൻ്റെ മുമ്പിൽ ദൈവം വരുകൊണ്ടിരാൻ പോകുക. സ്തോത്രം. A day is going to come. Hey, I am going to become a sign of blessing to everyone. നന്മയുടെ അടയാളമായി ദൈവം എന്നെ കാണുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. എസ്തർ, ബുക്ക് ഓഫ് എസ്തർ, ചാപ്റ്റർ 4:1. നമുക്ക് we can see a man crying there. Hallelujah. Right. When Mordecai learned all that had been done, Mordecai tore his clothes and put on sackcloth and ashes and went out into the midst of the city, and he cried out with a loud and bitter cry. He cried out with a loud and bitter cry. Why he cried? When Mordecai learned all that had been done. സംഭവിച്ചത് കണ്ടപ്പോൾ, സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ മോർദെഖായി കരയുവാൻ തുടങ്ങി. സ്തോത്രം.
അവിടെ കൊണ്ട് തീരുന്നില്ല. 4:3 ഒന്ന് വായിച്ചേ. Praise the Lord. And in every province, wherever the king's command and his decree reached, there was great mourning among the Jews, with fasting and weeping and lamenting, and many of them lay in sackcloth and ashes. Praise the Lord. We can see a single man cry. We can see a community's cry. And not crying in a normal way. ഇവിടെ പറഞ്ഞെന്താണ്? He cried out with a loud and bitter cry. അത്രത്തോളം വേദനയോടെ അവൻ കരഞ്ഞു. The people started taking fasting, weeping, mourning. They were lost their hope. No hint, no help, no hope. Why? 3:13 എഴുതിയിരിക്കുന്നു, a document has been released by the king. A document has been released by the king with the authority. എന്താ എഴുതിയിരിക്കുന്നത്? 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. Letters were sent by couriers to all the king's provinces with instruction to destroy, to kill, to annihilate all the people of God. നിനക്ക് വിരോധമായി അധികാരികൾ പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്തു. Hallelujah. The authorities decided. It was approved by the prime commanding king. If king sign and put the seal, it will happen in the country. So there is no hope, no help, no hint what to do. A man crying, a community crying. ദൈവത്തിന് സ്തോത്രം. ഇനി അതിൻ്റെ 4:15 and 16 എന്ന് വായിച്ചേ. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഹല്ലേലൂയ. Then Esther told them to reply to Mordecai, go gather all the Jews to be found in Susa and hold a fast on my behalf, and do not eat or drink for 3 days, night or day. I and my young woman will also fast as you do. Hallelujah. Hallelujah. Prayer on the street, prayer in the houses, and prayer inside the palaces. Hallelujah. വീതികളിലും കുടുംബങ്ങളിലും കൊട്ടാരത്തിലും കൂടെ ഒരുപോലെ കണ്ണുനീരും വിലാപവും ഉപവാസം ആരംഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. Remember one thing, God is having a purpose about you. God has defined a destiny about you. Hallelujah. The same way devil wants to destroy the destiny, the purpose defined by God. But I want to say sorry to devil. Never your purpose will win over a child of God. നിന്റെ ആഗ്രഹം ഒരിക്കലും ദൈവത്തിന്റെ മേൽ സംഭവിക്കില്ല. കാരണം the devil is having the letter of authority. The devil is holding the power of the nation. The devil is holding all the rule according to his will. But he never understands that there is a powerful tool in the hands of a child of God that is called the tears of a child of God. ഒരായുധമില്ലാത്തവൻ, ഒരു സഹായമില്ലാത്തവൻ, ആർക്കും സഹായിപ്പാൻ കഴിയാത്തവന്റെ കയ്യിൽ ഒരായുധമുണ്ട്. കണ്ണുനീരെന്നൊരായുധം. അത് സ്വർഗത്തിൽ ചെന്നു. The tears. I heard the tears. I saved you from all the troubles. Amen.
ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. എസ്തേർ ചാപ്റ്റർ 8 10-12 ഒന്ന് വായിച്ചേ. ഐ ഡോണ്ട് നോ വാട്ട് എക്സ്പ്ലെയിൻ എവരിത്തിങ്. എന്തൊക്കെ സംഭവിച്ചു എന്ന്. അവൻ അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് ലേഖനങ്ങളെ രാജാവിന്റെ അശ്വഗണത്തിൽ വളർന്ന് രാജകാര്യത്തിന് ഉപയോഗിക്കുന്ന തുരകങ്ങളുടെ പുറത്തു കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തയച്ചു. അവയിൽ രാജാവ് അഹശ്വേരോശ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തിന്റെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. Hallelujah. The same day, the same month, the same time, the plan defined by the evil power was changed according to the will of God. ആര് നിന്നെ നശിപ്പിക്കാൻ വന്നു, ആര് നിന്നെ ഇല്ലാതാക്കാൻ വന്നു, അവരുടെ മേലുള്ള അധികാരം ദൈവം നിനക്ക് തന്നു. സ്തോത്രം. Who came with power to destroy you, to kill you, to remove you from? God has given the authority to you to rule that people, to have the authority of that people. Hallelujah, സ്തോത്രം. Praise the Lord. Hallelujah. Mordecai didn't went to the authorities and give a petition. Please, we are poor people, help us. No, he didn't went. He didn't try any vasta here and there to change the decision of God, this king. ഒന്നിനും പോയില്ല. ആ ആയുധം ഉപയോഗിച്ച് he used the powerful weapon he was holding. That is the tear of a child of God. ഒരു ദൈവത്തിന്റെ കണ്ണുനീര് അവൻ ഉപയോഗിച്ചു, ആ സമൂഹം ഉപയോഗിച്ചു, എസ്തേർ ഉപയോഗിച്ചു. അതിലൂടെ ദൈവം അവരെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 9:4 എന്ന് വെച്ച് 9:4. മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. ഹല്ലേലൂയ. For Mordecai was great in the king's house, and his fame spread throughout all the provinces. For the man Mordecai grew more and more powerful. More and more powerful. Stotram. Hallelujah. What was the purpose? What was the decision? Purpose to destroy and kill. Decision by the authority. Decision by the king. But in between, the weapon was used. Hallelujah. ആമേൻ. പിശാച് നിശ്ചയിച്ച സമയത്തിന് മുമ്പ് ദൈവത്തിൽ നിന്റെ ആയുധം നീ ഉപയോഗിക്കണം. ദൈവത്തിന് സ്തോത്രം. When you cry, when you shed your tears, God will answer your prayers. Amen. Who was against you, he will come with you. He become more and more powerful. അവൻ്റെ നാമം എന്ത് ചെയ്തു? എല്ലാ സംസ്ഥാനങ്ങളിലും പ്രസിദ്ധമായി. പിശാച് പദ്ധതി വരുന്നു, ഇനി ഇവന്റെ നാമം മാത്രമല്ല, ഇവന്റെ കുലത്തിന്റെ നാമം പോലും എവിടെ കാണരുത്, ഈ രാജ്യത്ത് കാണരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാജ്യം അറിയപ്പെടുന്നത് മൊർദെഖായിയുടെ പേരിൽ കൂടെയാ. സ്തോത്രം. ഹി ബിക്കം മോർ ആൻഡ് മോർ പവർഫുൾ. ദൈവത്തിന് സ്തോത്രം. എന്തിനാ നിന്നെ കണ്ണുനീരിലൂടെ കടത്തിവിട്ടത്? Why God allowed you to go through tears? Hallelujah. To teach you that never in your life purpose of devil will win your life. Hallelujah. Only the purpose of God will happen in your life. ഇന്ന് മാത്രമല്ല, ഇന്നലെ മാത്രമല്ല, നാളെയും ശത്രുവിന്റെ ഒരു പദ്ധതിയും നിന്റെ ജീവിതത്തിൽ വിജയിക്കലും നിന്നെ പഠിപ്പിക്കുവാനായി കണ്ണുനീരിലൂടെ ദൈവം നിന്നെ കടത്തിവിട്ടു. So don't fear of seeing the situation. Don't fear seeing the purpose of devil. Don't fear. Believe that you are a child of God. Only God's purpose will be fulfilled in my life. അതിനുവേണ്ടി അവൻ കണ്ണുനീരിലൂടെ കടത്തിവിട്ടു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നെഹമ്യായുടെ പുസ്തകം വേഗത്തിൽ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 1-ാം അധ്യായം 4-ാം ഫസ്റ്റ് ചാപ്റ്റർ 1 വേഴ്സസ് 4. ബുക്ക് ഓഫ്
Hallelujah. As soon as I heard these words, I sat down and wept and mourned for days. But I continued fasting and praying before the God of heaven. 1-4 ഫസ്റ്റ് ചാപ്റ്റർ. ഹല്ലേലൂയ. എപ്പോഴാണ് എൻ്റെ 3 ഒന്ന് വായിച്ചേ? ആ The wall of Jerusalem is broken down and its gates are destroyed by fire. ദൈവത്തിന് സ്തോത്രം. See, Mordecai is not fasting for his purpose. അവൻ്റെ വിഷയത്തിലൂടെയല്ല അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ്റെ വിഷയത്തിലൂടെയല്ല അവൻ ഉപവസിക്കുന്നത്. ദൈവമക്കൾ മതിലില്ലാത്തവരായി, വാതിലില്ലാത്തവരായി, വിത്തൗട്ട് ഗേറ്റ്സ്, വിത്തൗട്ട് വാൾ. എന്താ എൻ്റെ അർത്ഥം അറിയാമോ? ഇറ്റ്സ് എ സ്പിരിച്വൽ ഡിസാസ്റ്റർ. നോ സെപ്പറേഷൻ, no separation. Hallelujah. There is no one way. Many ways are there to go out. Doors are under fire. The walls are destroyed. Amen. ദൈവജനത്തിൻ്റെ ആത്മീയ തകർച്ച കണ്ട് ഒരു ദൈവവേദൽ കരയുവാൻ തുടങ്ങി. Praise the Lord. Our problem, 2 problems. First thing, we will be doing fasting. We will be praying. First thing, for my prayer matter. That is our first problem. ഞാൻ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും എൻ്റെ വിഷയത്തിന് വേണ്ടി മാത്രം. രണ്ടാമത്തെ പ്രശ്നം, I will pray and do my fasting for the deliverance for my physical life. എൻ്റെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഫെയിലിയറാ. You have to make Nehemiah as a example. He was not praying for his prayer matter. And he was not taking fasting for any physical deliverance. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റുള്ള വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും അവർ ആത്മീയ തകർച്ചയോർത്ത് ഉപസിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ദൈവത്തിലുള്ള അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. When he took the fasting, അതിൻ്റെ 2:8 ഒന്ന് വായിച്ചേ. He was having required permission and he needs some resource. So he given a petition to God, and it is saying that, and the king granted me what I asked, for the good hand of my God was upon me. എൻ്റെ ദൈവത്തിൻ്റെ കൈ, ശ്രദ്ധിച്ചേ, എപ്പോഴാണ് ദൈവത്തിൻ്റെ കൈ അനുകൂലം എന്നറിയാമോ? When God will do in favor of you, when we start praying for others, when we start praying for the spiritual matters, always God will be in favor of you. നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, ആത്മവിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 2:18 വായിച്ച് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. 2:18. എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിക എന്ന് പറഞ്ഞു. When God's hand is favor for me, king was in favor and the people was in favor of me. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം നിനക്ക് അനുകൂലമാകണമെങ്കിൽ ആദ്യം ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാകണം. സ്തോത്രം. If you want to see everywhere every man will favor for you, first you have to ensure that my hand of my God is in favor of me. Hallelujah. ദൈവത്തിന് സ്തോത്രം. 20-ാം വാക്യം വായിച്ചേ. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. The God of heaven will make us prosper and we servants will arise and build. എന്താണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്? We are going to build back our spiritual life.
നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ പണിതെടുക്കാൻ പോകുക. നിന്നെ കണ്ണുനീരിലൂടെ എന്തിനാ കടത്തിവിട്ടെന്നറിയാമോ? നിന്റെ ആത്മീയ തകർച്ചയെ ഒന്ന് പണിതെടുക്കുവാൻ. സ്തോത്രം. Why God make you to cry, to build back your spiritual life? അത് തകർന്നു കിടക്കുക. Your wall is broken. The gates are on fire. നീ അത് കണ്ണു തുറന്ന്. Hallelujah. To build back your spiritual life. Amen. Hallelujah. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 7:1 വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. അതിന്റെ 7:1. എന്നാൽ മതിൽ പണിത് തീർത്ത് തീർത്തു കഥകൾ വെക്കുകയും. അപ്പൊ ആദ്യം English, can you read? Now when the wall had been built, first what was why he started fasting? Wall was destroyed. ഇപ്പൊ എന്ത് ചെയ്തു? The wall had been built. It is built. Second is the gates are on fire. ഇപ്പൊ എന്തായി? I had set up the doors and the gates. I set up the doors and gates. And the gatekeepers. Just stop. Wall is broken. Gates are broken. Now I build the wall. I rebuild the doors. Hallelujah. പക്ഷേ അവിടെ കൂടെ തീരുന്നില്ല. It's not finishing. What happened? മൈക്ക് താഴെ വെച്ചു. The singers and the Levites had been appointed. I gave my brother Hanani. I appointed people to worship Lord. I appointed the people to preach about God. I appoint the singers. I appoint the Levites to preach and sing for God. What is the meaning? The wall is built. The gates are rebuilt. Amen. After that, amen, the worship is happening there. The preaching is happening there. The meaning is, Lord, build back the spiritual life of God's people. മനസ്സിലാക്കി സ്തുതിക്കുക. വാതിലും കഥകളും മതിലും മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ സ്തോത്രങ്ങളും വചനങ്ങളൂടെ ദൈവം നിറച്ചെന്ന ദൈവത്തിന് സ്തോത്രം. To fill you with the word of God, to fill you with the worship, with the love of God. He made you to cry in your life, to rebuild back your spiritual life. നിന്റെ നഷ്ടപ്പെട്ടു പോയ ആത്മീയ ജീവിതം, തകർന്നു കിടക്കുന്ന ആത്മീയ ജീവിതം, പിശാച് ചവിട്ടി നശിപ്പിച്ച ആത്മീയ ജീവിതം പണിതെടുക്കുവാൻ നിന്നെ കണ്ണുനീരിലൂടെ കടത്തിവിട്ടു. Remember, tears are a powerful tool. Hallelujah. It builds back your spiritual life. Amen. Amen. It gives you a confidence that only God's will be done in my life. Amen. It will provide a stable spiritual life, a strong spiritual life. It will change the testimony of the people who were against me. Amen. Hallelujah. ഈ എളിയവനെന്ന് നിലവിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. I just remember, I just cried out. Suddenly the deliverance happened. Suddenly the miracles happened. Because tears are a powerful tool. കണ്ണുനീര് ഒരു വിലയേറിയ ആയുധമാ. ഏത് പ്രശ്നനടുവിലും ദൈവത്തിലേ നീ മുട്ടുമടക്ക്, നീ ഒന്ന് കരഞ്ഞേ, നീ ജയിക്കും, നീ ജയഘോഷമുണ്ടാകും സകല പ്രശ്നങ്ങളിൽ നിന്നും. ആമേൻ. നമ്മൾ വായിച്ചത് 34:6. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും. From all the problems He saved me. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ആമേൻ ദൈവം എന്നെ രക്ഷിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആരും കാണാതെ നീ കരഞ്ഞത് കണ്ട ദൈവം ഇന്ന് നിന്നോടാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. When you cried, you know that nobody has seen my cry, but God is telling, I have seen your cry. I have seen your tears. I will deliver you. എഴുന്നേൽക്കാൻ പ്രാർത്ഥനയ്ക്കട്ടെ.